പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതൊരു വലിയ ദൈവത്തിന്റെ ഒരു ദൂതാണ്. ദൈവത്തിന്റെ ഒരു ദൂതാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ പല ആളുകളുടെ ഉള്ളിലിരിക്കുന്ന ചിന്ത എങ്ങനെയാണ്? ഇത് പഴയ നിയമത്തിലെ കാര്യം. പുതിയ നിയമത്തിൽ എന്താണ് ദൈവം നമ്മളെ കുറിച്ച് പഠിപ്പിക്കുന്നത്? ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് പുതിയ നിയമത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുക. കർത്താവായ യേശു ക്രിസ്തു പരമദരിദ്രനായി ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്നു. കർത്താവായ യേശു ക്രിസ്തു പരമദരിദ്രനായി ജീവിച്ചു. കർത്താവായ യേശു ക്രിസ്തു പരമദരിദ്രനായി കുരിശിൽ മരിച്ചു. പരദേശിയുടെ കല്ലറയിൽ തോട്ടത്തിൽ അടക്കം ചെയ്യപ്പെട്ടു. ജനിച്ച അന്നു തൊട്ട് മരിച്ചുയർത്തെഴുന്നേൽക്കുന്ന അന്നുവരെ ദാരിദ്ര്യത്തിൽ ജീവിച്ച്, ദാരിദ്ര്യത്തിൽ മരിച്ച്, ദാരിദ്ര്യത്തിൽ അടക്കം ചെയ്യപ്പെട്ട യേശു ക്രിസ്തുവിനെ നോക്കുക. ഈ യേശു ക്രിസ്തുവിനെ കാണിച്ചിട്ട് പലരും പറയണത് ഈ യേശു ക്രിസ്തു നമുക്കൊരു മാതൃക നൽകിയിട്ടുണ്ട്. ഈ മാതൃക അനുസരിച്ച് നമ്മൾ ദാരിദ്ര്യത്തിൽ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈശോ ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുന്ന നിമിഷം വരെ യേശു ക്രിസ്തുവിന്റെ അവസ്ഥ എന്തായിരുന്നു? ദരിദ്രനായിരുന്നോ? കീറ തുണി കൊടുത്തവനായിരുന്നോ? ദൈവത്തിന്റെ വചനം യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന പ്രകാരമാണ്. അവൻ പിതാവിനോട് സമനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ പിതാവിനോട് സമനായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവ് വാഴ്ത്തപ്പെട്ടവനും ഏകപരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായി സർവാധിപതിയായ ആ പിതാവിനോട് സമനായിരുന്ന യേശു ക്രിസ്തു രണ്ടുപേരും വലിയ സമൃദ്ധിയുടെ ദൈവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോ ഈ ഭൂമി ജനിച്ചപ്പോൾ മുതലാണ് ദാരിദ്ര്യം എടുത്തത്. ഇനി ഈശോ കുരിശിൽ മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിൽ ആയ നിമിഷം മുതൽ യേശു ക്രിസ്തുവിന്റെ അവസ്ഥ എന്തായിരുന്നു? വെളിപാടിന്റെ പുസ്തകത്തിൽ യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്ന പ്രകാരമാണ്. വലിയ പ്രതാപവാനും മഹത്വത്തോടെ എഴുന്നള്ളിയിരിക്കുന്നവനുമായ യേശു ക്രിസ്തു സ്വർണ്ണ സിംഹാസനങ്ങളിൽ വലിയ ചെങ്കോലും കിരീടവും കൂടെ പ്രതാപത്തോടെ വാണരുള്ളുന്ന യേശു ക്രിസ്തുവിനെയാണ് വെളിപാടിന്റെ ഗ്രന്ഥം ദൈവമക്കൾക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. അപ്പോൾ പിന്നെ ഈ ദാരിദ്ര്യം എത്ര കാലത്തേക്ക് മാത്രമായിരുന്നു? പുൽക്കൂട്ടി ജനിച്ച അന്ന് മുതൽ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന നിമിഷം വരെയായിരുന്നു യേശു ക്രിസ്തു ഈ ദാരിദ്ര്യത്തെ വഹിച്ചത്, ചുമന്നത്. അങ്ങനെയെങ്കിൽ അത് എന്തിനു വേണ്ടി ആയിരുന്നിരിക്കണം? നമുക്കൊരു മാതൃക നൽകാൻ വേണ്ടിയായിരുന്നോ? നമ്മൾ ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ വേണ്ടിയായിരുന്നോ? കൊരിന്ത്യർ എഴുതിയ 2-ാം ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കൾക്ക് നൽകുന്ന വലിയ ശക്തമായ ഒരു പ്രബോധനമുണ്ട്. പ്രബോധനത്തിൽ പ്രകാരമാണ് കാണുന്നത്. 2 കൊരിന്തോസ് 8-ാം അധ്യായം 9-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. അവൻ വലിയ സമ്പന്നനായിരുന്നിട്ടും നമ്മെ പ്രതി പരമദരിദ്രനായി. ഇത് അവന്റെ ദാരിദ്ര്യത്താൽ നാം സമ്പന്നരാകാൻ വേണ്ടി തന്നെ, നമുക്കൊരു മാതൃക നൽകാൻ വേണ്ടിയല്ല. പിന്നെയോ നമ്മുടെ പാപം അവന്റെ ശരീരത്തിൽ ചുമന്ന് നമ്മളെ വിശുദ്ധരാക്കിയതുപോലെ, നമ്മുടെ ശാപം അവിടുത്തെ ശരീരത്തിൽ ചുമന്ന് നമ്മളെ വിടുതലുള്ളവരാക്കിയതുപോലെ, നമ്മുടെ രോഗം അവന്റെ ശരീരത്തിൽ ചുമന്നതുപോലെ, നമ്മുടെ മരണം അവൻ വഹിച്ചതുപോലെ, നമ്മുടെ ദാരിദ്ര്യം എന്ന തിന്മയെയും അവൻ വഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദാരിദ്ര്യം എന്ന തിന്മയെ യേശു നമുക്ക് വേണ്ടി അവന്റെ ശരീരത്തിൽ ചുമന്ന്, ദാരിദ്ര്യം എന്ന തിന്മയെ സ്വന്തം ശരീരത്തിൽ വഹിച്ച് കുരിശിൽ തറച്ച് അവൻ നിഷ്കാസനം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പാപത്തിൽ നിന്ന് വിടുതലുള്ളതുപോലെ, ശാപത്തിൽ നിന്ന് വിടുതലുള്ളതുപോലെ, രോഗത്തിൽ നിന്ന് വിടുതലുള്ളതുപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ കുരിശ് മരണത്തിന്റെ ശക്തിയാൽ സാമ്പത്തിക തകർച്ചകളിൽ നിന്ന് ദൈവമക്കൾക്ക് വിടുതലും വ്യത്യാസവും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇത് അച്ഛൻ പരീക്ഷിച്ചറിഞ്ഞിട്ടുള്ള ഒരു ആത്മീയ കാര്യമാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സാമ്പത്തിക വിടുതലിലേക്കൊരു വിളിയുണ്ട്. അവന്റെ ആത്മീയത
ഈ ലോകത്തിലെ ജീവിതത്തെ സംബന്ധിക്കുന്ന വാഗ്ദാനം കൂടെ ഉൾക്കൊള്ളുന്നതാണ്. വരാനിരിക്കുന്ന ലോകത്തിലേക്കുള്ള വാഗ്ദാനങ്ങൾ മാത്രമല്ല, ആത്മീയത എന്ന് പറയുന്നത് ഈ ലോകത്തിലേക്കുള്ള വാഗ്ദാനങ്ങൾ കൂടെ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് തിമോഥെയോസിന്റെ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 8-ാം വാക്യം പഠിപ്പിക്കുന്നത്. ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. എന്തെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചിലർ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ വൈദികരും സിസ്റ്റേഴ്സും ഒക്കെയോ? അവർ ദാരിദ്ര്യ വ്രതം എടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൈദികരും സിസ്റ്റേഴ്സും ദാരിദ്ര്യം എടുക്കുന്നത് ആ ദാരിദ്ര്യം എന്ന് പറഞ്ഞ് ഇല്ലാത്തതുകൊണ്ടുള്ള ദാരിദ്ര്യം അല്ല. സ്വമനസ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ഈ ലോകത്തിന്റെ വിടുതലിനും വിശുദ്ധീകരണത്തിനും വേണ്ടി തങ്ങളുടെ ജീവിതത്തിന് ബലിയായി കൊടുത്ത് സ്വമനസ വേണ്ട എന്ന് പറയുന്ന ഒരു ജീവിത രീതിയാണത്. ഉണ്ടെങ്കിലും വേണ്ട എന്ന് പറയുന്ന ഒരു ജീവിത രീതിയാണത്. ഉണ്ട് പക്ഷെ വേണ്ട. ഇല്ലാത്തത് കൊണ്ട് എടുക്കുന്ന ദാരിദ്ര്യം അല്ല ദാരിദ്ര്യ വ്രതം എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ ലോകത്തിൽ ഇഷ്ടം പോലെ വായു ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും നാളത്തേക്ക് വേണ്ടി വായു സഞ്ചിയിൽ ശേഖരിച്ചു വെക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ ലോകത്തിൽ സമുദ്രത്തിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഏതെങ്കിലും മത്സ്യം കുറച്ച് വെള്ളം തനിക്ക് വേണ്ടി തന്നെ മാറ്റി വെക്കുന്നുണ്ടോ? ഈ ലോകത്തിൽ ഇഷ്ടം പോലെ സൂര്യപ്രകാശമുണ്ട്. ഏതെങ്കിലും സസ്യം കുറച്ച് സൂര്യപ്രകാശം എടുത്ത് നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ടോ? അതുപോലെ തന്നെയാണ് ഈ ലോകത്തിൽ പിതാവിന്റെ മകനും മകളുമായി മാറുമ്പോൾ പിന്നെ ഒരു ദൈവ പൈതലിന് ഈ ലോകത്തിലെ സമ്പത്ത് ശേഖരിച്ച് കൂട്ടി വെക്കണമെന്ന് ആർത്തി കെട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മാത്രമേ ദാരിദ്ര്യ വ്രതം എടുക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അതാണ് ജോബിന്റെ പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത്. ജോബിന്റെ പുസ്തകം 22-ാമത്തെ അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ സർവശക്തൻ നിനക്ക് വിലപിടിച്ച സ്വർണവും വെള്ളിയുമാകുമെങ്കിൽ നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിന് നേരെ മുഖമുയർത്തുകയും ചെയ്യും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിന്റെ പാതകൾ പ്രകാശിതമാകും. നിന്റെ പാത പ്രകാശിതമാകാൻ നീ ഒരു കാര്യം ദൈവത്തോട് പറഞ്ഞാൽ അത് അതുപോലെ നടക്കാൻ നീ ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് വലിയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അഭിഷേകത്തിൽ തുള്ളിച്ചാടി നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ദൈവം വിശുദ്ധ ലേഖനത്തിലൂടെ ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ്? ദൈവത്തിൽ നിന്നുള്ള സമ്പത്ത് പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലേക്ക് എറിഞ്ഞു കളയുക. സർവശക്തൻ നിനക്ക് വിലപിടിച്ച സ്വർണവും വെള്ളിയുമായിരിക്കട്ടെ. ദൈവത്തെക്കാൾ നീ ധനത്തെ സ്നേഹിക്കാൻ പാടില്ല. നീ ഉയർച്ച പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നീ വളർച്ച പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നീ സമൃദ്ധി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ ശ്രീകോവിലിൽ പണത്തിന് കൊടുത്തിരിക്കുന്ന 1-ാം സ്ഥാനം എടുത്തു മാറ്റി, സ്വർണത്തിന് കൊടുത്തിരിക്കുന്ന 1-ാം സ്ഥാനം എടുത്തു മാറ്റി, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. നീ നിന്റെ ദൈവത്തെ ആരാധിക്കുക. നിന്റെ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക. നിന്റെ ദൈവത്തിന് ചിന്തയിലും ബുദ്ധിയിലും മനസ്സിലും ജീവിതത്തിലും തീരുമാനങ്ങളെല്ലാം നിന്റെ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്ത്, ഹൃദയത്തിൽ പണത്തിന് കൊടുത്തിരിക്കുന്ന 1-ാം സ്ഥാനം മാറ്റി ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്താൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നീ സാമ്പത്തിക മേഖലയിൽ ഉയർച്ചയിലേക്കുള്ള പടിയായി. ഇപ്പോൾ പല മക്കളും ചിന്തിക്കുന്നത്, സാമ്പത്തികമായി ഉയരാൻ വേണ്ടി ഞാൻ ഒരു ധ്യാനം കൂടാൻ പോയേക്കാം, സാമ്പത്തികമായി ഉയരാൻ വേണ്ടി ഞാൻ ബൈബിൾ വായിച്ചേക്കാം, സാമ്പത്തികമായി ഉയരാൻ വേണ്ടി ഞാൻ ആത്മീയനായേക്കാം. വിശുദ്ധ അംബ്രോസിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്, എ ഗുഡ് ഡീഡ് വിത്ത് എ ബാഡ് ഇന്റൻഷൻ. എ ഗുഡ് ഡീഡ് വിത്ത് എ ബാഡ് ഇന്റൻഷൻ. ചീത്ത ഉദ്ദേശത്തോടെ ഒരു നല്ല പ്രവൃത്തി നീ ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മകനെ, മകളെ, നീ ദൈവത്തെ തേടുമ്പോൾ സാമ്പത്തികമായ ദുഷ്ടലക്ഷ്യം വെച്ച്, സാമ്പത്തികമായ സ്വാർത്ഥ ലക്ഷ്യം വെച്ചായിരിക്കരുത് നീ ദൈവത്തെ തേടുന്നത്. നീ ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിച്ചാൽ, നീ ദൈവത്തിന്റെ രാജ്യമാർത്ത നീതിയും അന്വേഷിച്ചാൽ, അതോടൊപ്പം നിനക്ക് ബാക്കിയുള്ളത്